അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വിശേഷിച്ചാലേ സമയം 5:45 6 മണിയാവാറായിട്ടാണ്. കുറേ പണികളുണ്ടായിരുന്നു. തിരുമ്പാനും ഉണ്ടാവും, അതിലൊക്കെ തിരുമ്പിട്ടു. കുറച്ച് നേരം ഒന്ന് വന്ന് കിടന്നു കേട്ടോ. എന്നത്തെയും പോലെ ഒന്ന് കിടന്നു. അതിന് സുഖം ഉണ്ടായിരുന്നില്ല, ചെറിയൊരു വയ്യായിക ഉണ്ടായപ്പോൾ അങ്ങനെ കിടന്നു. അപ്പം ഞാൻ ചുക്കുവെള്ളമായി. ഇതെന്താ നമ്മൾ ചോറിന് വെള്ളം വെച്ചെന്നാണ്. അരി കിട്ടില്ല. എന്താ ഇനിയിപ്പോൾ അതാ മഴ അങ്ങനെ ഒന്ന് ചാറിയിട്ടാ. മഴ ഒന്ന് ചാറിപ്പോയി. തിരുമ്പിൽ കുറേ ഇവിടെ കട്ടിട്ടുണ്ട്. ഇരുട്ടായി തുടങ്ങിയാണ് നല്ല. അപ്പോൾ ഞാനേ നമ്മളവിടെയുള്ള ചീരല്ലേ, ഈ ചീര പ്രഷർ ചീര അറിയില്ലേ? ഇംഗ്ലീഷ് ചീര പറയും ഇവിടെ അതിനെ. അതുപോലെ പ്രഷർ ചീര എന്നൊക്കെ പറയട്ടോ. വേറെ എന്തൊക്കെ പേരുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായിരുന്നു കറി? കുമ്പളങ്ങയും പരിപ്പൊക്കെ ഉച്ചയ്ക്ക് കറി വെച്ചു. അത് കുറച്ചുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ വന്നിട്ട് പിന്നെ രാജേട്ടന് തറവാട്ടിൽ നിന്ന് പിന്നെ കറമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കറമൂസയും മോരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കി കറമൂസ. അപ്പോൾ അതുണ്ട്. ഞാനൊക്കെ ചോറുണ്ടായിരുന്നു അപ്പോഴേക്കും. എന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നിട്ടോ എനിക്ക് വൈകുന്നേരത്തേക്ക് ഇത് താളിക്കാച്ചു. ഇന്ന് നമ്മളെ മുരിങ്ങക്കല്ലേ താളിക്കാറ്. ഇത് ഞാൻ തോരനൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് താളിച്ചിട്ടില്ല കേട്ടോ. താളിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളവിടെ എന്താ കുറേ നമ്മളെ വേലിയായിട്ടേ വേലിയിലൊക്കെ ഇതാ കുഴിച്ചിട്ടുണ്ട്. കണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ അതുവരെ ഉണ്ട് കുഴിച്ചിട്ടിട്ട്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്നാൽ ഇതൊക്കെ ഒന്ന് കുറച്ച് പറിക്കട്ടെ. പറിച്ച് വെച്ചാലേ ഞാനിതിൻ്റെ കൊമ്പ് പറിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യിച്ചിട്ടാ അങ്ങനെ ചെയ്തായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ക്യാമറ കൊണ്ട് എന്നിട്ട് പിന്നെ അവിടെ തന്നെ കുഴിച്ചിടും. അപ്പോൾ അതുമ്പോൾ തന്നെ അമിച്ചമിച്ച് വന്നോളൂ. കുറേ എന്തുകൊണ്ടാണ്. അപ്പം വേഗം ഇതൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ പറക്കട്ടെ. എന്നാൽ പിന്നെ കറിയൊക്കെ വേഗമായ നമ്മുടെ ലൈവ് ഇടേണ്ട സമയമൊക്കെ ആകുമ്പോഴേക്കും പണികളും കുറച്ച് കിട്ടും. കുറേ അടയ്ക്കാപ്പഴം ഉണ്ടാകും, ഇതൊക്കെ പോയി എന്നാ വേഗം ഞാൻ പറക്കട്ടെ കേട്ടോ. പറിച്ച് വയ്ക്കട്ടെ. ഇത്ര പറിച്ചു കേട്ടോ. എന്താ കുറേ ഉണ്ട്, നമുക്കൊരു കറിക്കുള്ളതുണ്ട്. പിന്നെ എന്താ പ്രത്യേകത വെച്ചാൽ ഇന്ന് ഭയങ്കര സൗണ്ട് കേൾക്കാണ്ട്. അതവിടെ നമ്മൾ ആ ബാക്കിൽ ഇവിടുന്ന് കാണുമെന്ന് പറയുന്നില്ല. അവിടെ എവിടെയോ ഒരു വീടുണ്ട് കേട്ടോ. ആ സ്ഥലത്ത് അവിടെ കുഴൽക്കിണർ ഒഴിക്കുക തോന്നുന്നുണ്ട്. കുട്ടികളൊക്കെ പോയൊക്കെ ഉണ്ടാവില്ല. അപ്പം ഇന്നെന്താ അറിയോ, ഇന്ന് ചിന്നുമോള് വരുന്നുണ്ട് കേട്ടോ. ഏട്ടൻ്റെ മോള് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ പെരിന്തൽമണ്ണയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവൾക്ക് നാളെ ലീവല്ലേ. അപ്പോൾ പോന്നിട്ടുണ്ട്. എന്തായാലും വന്നാൽ നമുക്കൊന്ന് ഇറച്ചി മീൻ എന്നൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. നാളെ എനിക്ക് പൂജ ഇപ്പോൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ മേടിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ അത് ഇത് താളിക്കുകയും ചെയ്യുക. നമ്മുടെ പച്ചടി ഉണ്ട്, അച്ചാറുണ്ട് കേട്ടോ. കടുമാങ്ങ അച്ചാറുണ്ട്. പിന്നെ ഇപ്പം എന്താ കയ്പ്പയ്ക്കുപ്പേരി ഉണ്ട്. നമ്മളവിടെ ഉണ്ടല്ലോ എന്താ പറയുക, ശർക്കരക്കിഴങ്ങിൻ്റെ ഒരെണ്ണം ഞാൻ അവിടെ വലിച്ചെന്നു കേട്ടോ. അത് മൊത്തം ഉണ്ടായിട്ടുണ്ട്. ശർക്കരക്കിഴങ്ങ് തന്നെയാണെന്ന് എല്ലാവരും പറഞ്ഞത്. ഇത് ആണല്ലേ. അപ്പം ഞാനിത് എന്ത് ചെയ്തു അറിയുമോ, ഒരു തടം കെട്ടിയിട്ട് ചെറുതായിട്ട് ഇവിടത്തെ കുഴിച്ചിട്ടുണ്ട്. മണ്ണൊക്കെ പോകുന്ന കോഴികൾ ചനക്കിയിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ മാങ്ങഞ്ചിയാണ് ഉണ്ടായിരുന്നില്ലേ. മാങ്ങഞ്ചി പറക്കണം വിചാരിച്ചാൽ നമ്മുടെ മഞ്ഞളൊക്കെ കണ്ടോ, വാർപ്പിൻ്റെ മേലുള്ള സംഭവങ്ങളൊക്കെ കുറേശ്ശെ കാണാൻ തുടങ്ങി. എന്താ വെച്ചിട്ട് കയറിയിട്ട് കുറേ ആയി. അപ്പോൾ എന്താ കാട് പിടിച്ചിട്ട് അപ്പം ഇനി നേരില്ല കേട്ടോ. രാജേട്ടനൊക്കെ ഉണ്ട് അവിടെ നിന്ന്. ഇപ്പോൾ ലീവാകൊണ്ടേ ഉറപ്പ് വയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരോട്. അപ്പം വേഗം ഇത് ഉണ്ടാക്കട്ടെ കേട്ടോ. അരി കിട്ടില്ല, അരിയും കൂടെ നിറഞ്ഞു. അപ്പോൾ വേണം. കോഴികളൊക്കെ വന്നിട്ടോ, അവരൊക്കെ അവരാരെ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഒക്കെ എങ്ങനെയാ വെച്ചിട്ടാ ഈ കൂടിൻ്റെ മേലെ കയറിയിരിക്കും. ഒന്നും കൂട്ട് കയറില്ല. ഞാൻ തന്നെ പിടിച്ചിരുന്നു. അപ്പം ഇനി വേഗം അരി വെക്കാം കേട്ടോ. ഇവിടെ വന്നപ്പോൾ ആജോ ചിന്നു വന്നിട്ടുണ്ട് കേട്ടോ. ചിന്നുമോളെ അവള് രാജേട്ടനപ്പോൾ മുതിർച്ചയ്ക്ക് എത്തിയില്ല. അതിൻ്റെ മുന്നേ തന്നെ വന്നപ്പോൾ കാപ്പി ഉണ്ടാക്കാതെ
വിരുന്നാരം മാരിയിട്ട് വന്നിട്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ തന്നെ നമ്മൾ നിന്ന് തീർക്കണം അല്ലേ? എന്താ എന്താ ഞാൻ ഏതാണ് അല്ലേ? ഏതാ ബട്ടർ സ്കോച്ചും ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ എടുത്ത് കഴിച്ചാൽ. ബേക്കറെ കൊണ്ട് വിരുന്നാരം മാരിയാണ് വരുന്നത് കേട്ടോ. അപ്പം ഇനി ചായ കൊടുക്കട്ടെ, കാപ്പി. രാജേട്ടൻ കുളിക്കാൻ പോയിന് വിളക്കൊക്കെ വേണ്ട. അപ്പോഴില്ല, അപ്പോഴും എന്താ വെച്ചിട്ട് തുമ്മൽ അലർജിയുടെ പ്രശ്നം തോന്നുന്നുണ്ട്. അവിടെ തുമ്മൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ കൊടുക്കട്ടെ വേഗം. കറി എന്താ ആ ചീര, നമ്മൾ പറിച്ച ചീരല്ലേ, അത് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടേ എന്താ ചെയ്യുന്നത് താളിക്കുക. ഞാൻ ചെറുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇതാ ചെറുള്ളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിൽ ഇതാക്കിയിട്ട് കഞ്ഞിറ വെള്ളവും കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്തു. പിന്നെ അതാ പച്ചമുളക് കൂട്ടും. ഇത് തിളച്ചിട്ട് ഉപ്പിട്ടില്ലല്ലോ ഞാൻ, മറന്നു മറന്നു. അങ്ങനെ എരിവുള്ള മുളകാട്ടോ അത്. അപ്പോൾ എന്നാലേ എന്താ പറയുക, ഇന്ന് രാജേട്ടനൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ട് ഉണ്ടാക്കിയതാണ് പച്ചടി. കണ്ടാ നമ്മുടെ കർമൂസ പച്ചടി. നമ്മളെപ്പോഴും ബീട്രൂട്ട് വെച്ചിട്ടാണ് കൂടുതലും ഉണ്ടാക്കാറ്. ഇതിങ്ങനെ ഇഷ്ടം രാജേട്ടന്. അപ്പോൾ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഞാനിതൊരു കഷ്ണം എടുത്ത് വെച്ചോടെ കുറച്ച്. ഇത് നാളേക്ക് വാടും അറിയില്ല. നമ്മുടെ മാങ്ങഞ്ചി ഇത് കൂടെ കൂട്ടിയിട്ട് അച്ചാറിടാനേ. അപ്പോൾ പിന്നെന്താ അറിയോ, സോയാബീൻ വെള്ളത്തിലിട്ടുണ്ട്. ഇത് വെറുതെ മസാല കൂട്ടി വറക്കാനേ. പിന്നെ ഇപ്പം എന്താ സ്പെഷ്യൽ? വേറെ ഒന്നുമില്ല. വേറെ ഇപ്പോൾ നമ്മൾ അച്ചാറുണ്ട് കേട്ടോ. തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇന്നലെ രാജേട്ടൻ. കടുമാങ്ങ, പ്രാവശ്യത്തെ മാങ്ങ കഴിഞ്ഞു. അപ്പം ഇനി തിളച്ചത് വെള്ളം ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേവുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ചിന്നുമോളത് കണ്ടപ്പോഴേ ഇങ്ങനെ മാമ അറിഞ്ഞിരുന്നു ഒന്നുമില്ല, അതൊക്കെ തന്നെ ഉള്ളൂ കുഞ്ഞാറിനപ്പോൾ അത് മതി. ഇഷ്ടാട്ടോ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. ഇങ്ങനെ മുരിങ്ങടല എല്ലാ ഇലയും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കണേ രാംദാസിൽ. അപ്പോൾ എന്താ പറയുക, അവിടെ അതൊന്നും കിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിൽ വന്നാൽ തന്നെ ഇങ്ങനത്തെ കിട്ടുള്ളൂ. അപ്പം ഇനി വേവട്ടെ. അടച്ചുവെക്കാം അല്ലേ? ഇത് വേവട്ടെ കേട്ടോ. രാജേട്ടൻ അപ്പൂസും കൂടെ തറവാട്ടിൽ പോയത് എത്തിയിട്ടില്ല. കുട്ടികളവിടെ ഇരിക്കുന്നുണ്ട്. കറി ആവട്ടെ. ഇനി സമയം ഇപ്പോൾ 7:05. അപ്പോൾ മക്കളൊക്കെ ഫോണായി കിട്ടിയാൽ അങ്ങനെ ഇരിക്കും. സമയം പോണതറിയില്ല. ചിപ്സ് തിന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മട്ടുണ്ട് ഇവിടെ. അയ്യോ ചാടിയോ. നമ്മുടെ ലൈവ് കഴിഞ്ഞപ്പോഴേക്കും നേരം വൈകിട്ടാണ്. എല്ലാവരും ഉണ്ടാവുമ്പോൾ നമുക്ക് നിർത്തി പോരാൻ ബുദ്ധിമുട്ടാവട്ടാവില്ല. നേരം വന്നു. നമ്മളെ കറി ഉണ്ടാവും. ചീര താളിപ്പൊക്കെ ചീരയുടെ ഉച്ചക്കത്തെ കറി കേട്ടോ. കുമ്പളങ്ങിയും പരിപ്പും പിന്നെ കണ്ട സോയാബീനെ മസാലയൊക്കെ തേച്ചിട്ട് വെള്ളയിലിട്ട് എണ്ണ കുറച്ച് എണ്ണ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് തേക്കാം. പപ്പടം കാച്ചാലിട്ട് സമയം മകളൊക്കെ വരക്കാൻ തുടങ്ങി തോന്നുന്നുണ്ട്. ഈ പച്ചടി കണ്ടല്ലോ. അപ്പം പിന്നെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാം. ചൂടായോ? അല്ല അത് വന്നോ? അതെങ്ങനെ വെച്ചിട്ടാ കുറച്ചൊരു കട്ടിപ്പുണ്ട് അതിന്. പക്ഷെ മുരിങ്ങടല പോലെ സോഫ്റ്റ് അല്ല. ഇത് തോരൻ വെച്ച അടിപൊളിയാട്ടോ. തോരൻ വെച്ച അടിപൊളിയാണ്. ഞാനേ പപ്പടം കേട്ട് ഇന്നലെ നിർത്തിന്നേരം അമ്മ പറഞ്ഞിട്ടുണ്ടോ കഴിക്കേണ്ട വല്ലാതെ. കാരണം തൊണ്ടൊക്കെ നീറുക, ഇവിടുന്ന് ഇങ്ങോട്ട് നീറുക. പുണ്ണ് നിറഞ്ഞിട്ടാണേ ഇവിടെ മരുന്ന് നിർത്തുകയും ചെയ്ത് കൊടുക്കും അങ്ങനെ. അപ്പം ഞാൻ കഴിക്കുന്നില്ല. അതൊക്കെ ഉണ്ടല്ലോ. ഇനി എന്ത് വിചാരിക്കുന്നത് അറിയോ, കുറച്ച് അയമോദകം കിട്ടിയിട്ട്, അയമോദകല്ലേ ആയുർവേദം കിട്ടണേ, അത് മേടിച്ചിട്ട് നമ്മൾ മോരിനില്ലേ രാവിലെ മോരിൽ അരച്ചിട്ട് വെറും വയറ്റിൽ കുടിക്കുക. എന്നാൽ പുണ്ണ് പോകാൻ നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. നല്ലതാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാം. ശരി കേട്ടോ.
ഞാനേ പപ്പടം കട്ടാവട്ടെ. കാശ് കഴിഞ്ഞിട്ട് വേഗം ചോറൊക്കെ വിളമ്പട്ടെ കേട്ടോ. കത്തിയും കൊണ്ട് എന്താ പണി അറിയോ? മാങ്ങല്ലേ, നമ്മുടെ കടുമാങ്ങേൻ്റെ ആ മാങ്ങ മുറിച്ചതാ. അപ്പം എന്തൊക്കെയാണ് നമ്മളന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ അറിയോ? പച്ചച്ചീരയുടെ കറി താളിപ്പ്, ഇത് കുമ്പളങ്ങി പരിപ്പും എന്താ സോയാബീൻ ഇപ്പോൾ വറുത്തതാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ പച്ചടി, കറമൂസ പച്ചടി, രാവിലത്തെ കയ്പ്പയ്ക്കുപ്പേരി ഉണ്ട്, പിന്നെന്താ പപ്പടം. അപ്പം ഞങ്ങളെല്ലാവരും ചോറുണ്ട് കേട്ടോ. ചോറുണ്ട്. സമയം 9 മണി കഴിഞ്ഞു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. സിനിമോട് കടന്നിട്ടുണ്ട്. ക്ഷീണുണ്ടാവും വെച്ചാൽ അവിടെയൊക്കെ നേരത്തെ ഇങ്ങനെ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോഴൊക്കെ അപ്പോൾ കടന്നിട്ടുണ്ട്. രാജേട്ടനൊപ്പം പായിട്ടുണ്ടെങ്കിൽ കടന്നിട്ടില്ല. കിടക്കാൻ തുടങ്ങി 10 മണി കഴിഞ്ഞു കേട്ടോ. അതൊന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് രാവിലെ നേരത്തെ നീക്കുമ്പോഴേ അപ്പം എന്നാൽ വേഗം പണി വരുമ്പോൾ വെച്ചിട്ട് അപ്പം കിടക്കുകയാണ്. അപ്പം നാളെ കാണാം കേട്ടോ. നമ്മുടെ അപ്പോൾ കുഞ്ഞ് വിശേഷം. നാളെ നീ വേറെ വിശേഷം നോക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.